ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് നയന എന്നുള്ളവരുടെ വിശേഷം. അപ്പോൾ നമ്മളിത് കാണാനായിട്ട് പോകുന്നത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ആൺകുട്ടി നല്ല ഉറക്കുക. നമുക്ക് അവളെ വിളിച്ചെണീപ്പിക്കാൻ പോവാ കേട്ടോ. കാലത്തെ എണീറ്റിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇടയ്ക്ക് വെച്ചാണ് ഇപ്പോൾ വീഡിയോ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എക്സ്പയർ ആയതായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വാച്ച് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. നല്ല കുറച്ച് ലിപ്സ്റ്റിക് കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ള നല്ല കുറച്ച് ലിപ്സ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്വാച്ചസ് കാണിക്കാം കേട്ടോ. ആമിക്കുട്ടി കണ്ട, ആമിക്കുട്ടി നല്ല ഉറക്കത് വരെ എണീറ്റിട്ടില്ല. പിന്നെ വെക്കേഷൻ അല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ച് നേരത്തെ തന്നെ എണിപ്പിക്കാറൊന്നും ഇല്ല കേട്ടോ. പിന്നെ ലേറ്റ് ആയിട്ട് ആളുകൾ എടുക്കണത് നല്ല ഉറക്കം. അപ്പം നമുക്ക് അവളെ വിളിക്കാം. ഞാനിവിടുത്തെ കർട്ടനൊക്കെ നീക്കിയിട്ട് രണ്ട് സൈഡിലും കർട്ടൻ നീക്കി ജനലൊക്കെ തുറന്നിട്ട് അപ്പോൾ ആള് താനെ എണീറ്റ് വിളിച്ച് തട്ടിയപ്പോൾ അല്ലേ ലാമി. ഇപ്പൊ അല്ലേക്കാ നമുക്ക് ഫ്രീസറിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അതിൻ്റെ ആ ഒരു കട്ടൊക്കെ വിട്ട് വരുള്ളൂ. കുറച്ച് വെള്ളം ഇപ്പോഴേ നേരത്തെ ഒഴിച്ച് വെച്ചില്ലെങ്കിൽ സംഭവം വിട്ട് വരില്ല കേട്ടോ. ഇത് ബക്കറ്റ് ബിരിയാണി വാങ്ങിയപ്പോൾ കിട്ടിയ ബക്കറ്റ് ആട്ടോ, അതിൽ നിറച്ച് വെച്ചിരിക്കുക. പറഞ്ഞില്ല നേരത്തെ കുറച്ച് ലിപ്സ്റ്റിക്കുകൾ ഞാൻ കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡേറ്റ് കഴിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ സ്വാച്ചസ് ആര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് നല്ലത്. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഞാൻ സ്വാച്ചസ് കാണിക്കാം കേട്ടോ. ആമിക്കുട്ടി ഇവിടെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ കെട്ടി മിടിക്ക് കുട്ടി പല്ലൊക്കെ തേച്ചു അല്ലേ. നീ ചായ കുടിക്കുകയാണ്. നീ ചായ കുടിച്ചോ? അവിടെ ഇരിക്കുന്നുണ്ട്. ചൂടാണോ? ശരി. അപ്പോൾ നമുക്ക് സ്വാച്ചസ് കാണാം. സ്വാച്ചിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് മെബലൈൻ്റെ ഈ ഒരു സാച്ചറ്റ് ആണ്. ഇത് വന്നിട്ട് ബെയറിറ്റോൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കോളേജിലൊക്കെ പോണ സമയത്ത് കുറേ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്വാച്ച് കാണിക്കാം. നമ്മൾ സത്യത്തിലുണ്ടല്ലോ ഇങ്ങനത്തെ സാഷകൾ വാങ്ങാൻ ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാശ് ചിലവാവില്ല. പിന്നെ ഇത് എക്സ്പയർ ആകണതിന് മുന്നേ നമ്മളിത് ഉപയോഗിച്ച് തീരുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മീഡിയം സ്കിൻ ടോണിന് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അത്. അടുത്തത് വന്നിട്ട് മെബലൈൻ്റെ തന്നെ സോഫ്റ്റ് വൈൻ എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ്. ഇതും നല്ല മീഡിയം സ്കിൻ ടോണിന് നന്നായിട്ട് പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതും പെട്ടെന്നൊന്നും നമ്മുടെ ലിപ്സിൽ നിന്ന് പോകില്ല. പക്ഷെ കുറച്ച് സ്റ്റിക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. കുറച്ച് സ്റ്റിക്കിയാണിത്. നീ അവിടുന്ന് മാറ് വെളിച്ചം വരുന്നില്ല ആമി. ഇത് കണ്ടോ ഈ ഒരു ഷെയ്ഡ് നല്ല ഷെയ്ഡാണ്. ലാക്മിയുടെ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കുകളാണ്. ഇത് ഇനിയും കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ചിലതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ള ചിലതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യാറ് കൂടുതലും ഈ രണ്ട് ഷെയ്ഡ്സാണ്. പിന്നെ ഇത് രണ്ടും നല്ലതാണ്. ഡീപ്പർ സ്കിൻ ടോണിന് വളരെ നല്ലോണം സ്യൂട്ടാകുന്നതാണ്. ഒരുവിധം എല്ലാ സ്കിൻ ഷെയ്ഡിനും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇതായിരുന്നു. ഇതൊരുവിധം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ കാണിക്കാം. കുറച്ച് നമ്മൾ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. പീച്ച് കൈൻഡ് ആ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ്. ഇതും ഒരുവിധം നല്ലതാണ്. കുറേ നേരത്തേക്ക് സ്റ്റേ ചെയ്യും എന്നൊന്നും പറയുന്നില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പൂവിട്ടത്. ഇതൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കുകളാണ്. ഈ ഒരു ഷെയ്ഡാണ് ഇതിന് വരുന്നത് കണ്ട. അപ്പോൾ ഇത് ഞാൻ സ്വാച്ച് ചെയ്താ ഇതാണ്. ഇത് ഭയങ്കര ഒരു മെറൂൺ കൈൻഡ് ഷെയ്ഡാണ് കേട്ടോ. ഇത് വന്നിട്ട് ആ ഒരു ഷെയ്ഡ് നമ്പർ 5 ആണ് കേട്ടോ. വൈൻ ടച്ചിൽ ഷെയ്ഡ് നമ്പർ 20 അത് ഞാനൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. മുന്നീന്ന് മാറുപൊന്നു വെളിച്ചം പോണ്. ഇതാ ഈ ഒരു നല്ല ബ്രൗൺ ഷെയ്ഡാണ്. വൈൻ റെഡ് ഷെയ്ഡുകളാണ് കേട്ടോ. അത് ഞാൻ കാണിക്കുന്നത് ഇതാ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. മാറ്റ് ലിപ്പ് എന്ന് പറയുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഇതാ കണ്ടോ, സ്വിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പം ഇത് ഞാനൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇവിടെ വരയ്ക്കാം. ഇവിടെ സ്ഥലമുള്ളൂ. ഇതാ കണ്ടോ ഈ ഒരു കണ്ടോ ബ്രിക്ക് റെഡ് കളറാണ്. പിന്നെ നമ്മൾ കാണിക്കുന്നത് നൈക്കയുടെ 2 റേഞ്ചിൽ വരുന്ന 2 ലിക്വിഡ് ലിപ്സ്റ്റിക്കുകളാണ്. നല്ല ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് റണ്ണിങ് ആയിരുന്ന 2 ഷെയ്ഡ്സാണ് കേട്ടോ. ഇത് രണ്ടും വന്നിട്ട് ഇതൊക്കെ 500 രൂപയിൽ താഴെ വരുന്ന ലിപ്സ്റ്റിക്കുകളായിരുന്നു. ഇത് ഗെയിം ഓൺ എന്ന് പറയുന്നൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ മോളെടുത്ത് കളിച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ അവസ്ഥ ഇതുപോലെ ആക്കിയതാണ് അവൾ. എക്സ്പയർ ആയിന്ന് കഴിഞ്ഞപ്പോഴേ എടുത്ത് കളിച്ച് ഇങ്ങനെ ആക്കിയതാ. കണ്ട ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. നൈക്കയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് ഗോട്ട് 7 എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതും അത്യാവശ്യത്തിന് ഇതിൻ്റെ ഈ ഒരു സാധനം പോയിട്ടോ.
അപ്ലിക്കേറ്റർ കേടായിപ്പോയി. എന്നാലും ഞാൻ ഷെയ്ഡ് കാണിക്കാം. ഇത് കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ്. പിന്നെ അടുത്തത് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ 2 ലിപ്സ്റ്റിക്കാണ്. ഇതും നല്ല പോലെ പോയിരുന്ന നല്ല 2 ഷെയ്ഡ്സാണ്. ഭയങ്കര എന്താ പറയുക, വൈറലായ 2 ഷെയ്ഡ്സാണ് കേട്ടത്. ഇത് ഗിവ് മീ മോച്ച എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് കാണിക്കാനായിട്ട് അതിൻ്റെ അപ്ലിക്കേറ്റർ കേടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആമിക്കുട്ടിയുടെ പരിപാടി ആയിരുന്നതൊക്കെ കേട്ടോ. പക്ഷെ നല്ല ഷെയ്ഡാണ്, അത് കണ്ടു. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ അടുത്തൊരു ഷെയ്ഡ് വന്നിട്ട് റെബൽ റോസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്വാച്ച് ഞാൻ കാണിച്ചു തരാം. ഇതും നല്ലതാണ്. ഒരു ഫെയറർ സ്കിൻ ടോണിനാണ് ഏറ്റവും നല്ലത്. ഫെയറർ സ്കിൻ ടോണിന് നല്ലൊരു ഷെയ്ഡായിരുന്നു. നമ്മൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്താൽ അത് ഇങ്ങനെ എടുത്ത് കാണിക്കുള്ളൂ. അടുത്തത് വന്നിട്ട് കിറോൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് നല്ല വിലയുള്ളതാണ് കേട്ടോ. വിലയുള്ളതാണെന്ന് ഞാൻ വാങ്ങിയ സമയത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. 500 എബോവ് വരുന്ന ലിപ്സ്റ്റിക്കാണ്. ഫെയറി റൂബി എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ് നമ്പർ 2 ആണ്. നല്ല ചില്ലി റെഡ് കളറാണ്. അപ്പോൾ ഇത് നമുക്ക് സ്വാച്ച് ചെയ്ത് കാണാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ സ്വാച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. പാക്കിൻ്റെ റിട്രോ മാറ്റ് മിനി എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് നമ്പർ 16 ആണ്. റെഡ് സ്റ്റാർ എന്ന് പറയുന്നത് നല്ല റെഡ് കളറാണ് കേട്ടോ. അപ്പം ഇതും ഞാൻ ആ ഒരു കിറോൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ അടുത്ത് സ്വാച്ച് ചെയ്താൽ ആ റെഡിലുള്ള ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. കണ്ടോ, 2 റെഡ് കണ്ടോ. ഇത് 500 എബോവ് വരുന്നൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. റിമ്മൽ ലണ്ടൻ്റെ സ്റ്റേ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കുകൾ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഷെയ്ഡ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നത് ഈ ഒരു ഷെയ്ഡായിരുന്നു. ഇത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ നല്ല രസമുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഞാനിത് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് കാണിക്കാനുള്ള. പാക്കിൻ്റെ ഈ 2 ലിപ്പ് ലൈനേഴ്സാണ്. നല്ല ഭംഗിയുള്ള 2 ഷെയ്ഡ്. ഞാൻ കുറേ യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ തീരെ തീർന്നിട്ടില്ല കേട്ടോ. കണ്ടോ, ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് കോരി കാണിക്കാം. ഇത് കണ്ടോ, കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് നമുക്ക് ലിപ്പ് ലൈനേഴ്സ് ആണെങ്കിലും ഇത് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാനല്ല, ലിപ്പ് ഫില്ല് ചെയ്യാനും യൂസ് ചെയ്യാം കേട്ടോ. ലിപ്സ്റ്റിക്കിന് പകരം നമുക്കിത് ലിപ്സിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ ഫേസിനെ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഇതിന് ഷെയ്ഡ് നമ്പറും കാര്യങ്ങളൊന്നും പറയണില്ല. ഷെയ്ഡ് നെയിം ഉണ്ട്. സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറയുന്നൊരു സംഭവമാണ് കേട്ടോ. അടിപൊളിയാണ്. ലിപ്സിൽ നല്ല ബ്രൈറ്റ് ആക്കി വെക്കും. പിന്നെ ഇത് വന്നിട്ട് പിങ്കാണ്. പിങ്ക്ഡപ്പ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് നെയിമാണ് ഇതിന് വരുന്നത്. ഇത് നല്ല പിങ്കാണ് കണ്ടോ, നല്ല പിങ്കാണ്. ഇത്രയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ ഉണ്ടായിരുന്നത്. ഒക്കെ എക്സ്പയർ ആയി. അപ്പോൾ കിട്ടണതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടെ. ഇതിൻ്റെയൊക്കെ ആമിക്കുട്ടിയുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതേ മുട്ട തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോഴിമുട്ട പുഴുങ്ങി കൊടുക്കണ നല്ലതല്ല കിടാങ്ങൾക്ക്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഞാൻ ഒരെണ്ണമെങ്കിലും കഴിപ്പിക്കാൻ നോക്കും കേട്ടോ. 2 എണ്ണം ഞാൻ പുഴുങ്ങും, പക്ഷേ ഒരെണ്ണം ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. കാൽഷ്യത്തിൻ്റെ കുറവ് കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കുകയാണെങ്കിൽ ഈ വെള്ളപ്പാടുകളൊക്കെ വരില്ലേ മേത്ത്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ വരാണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും പാല് മുട്ടയൊക്കെ കഴിപ്പിക്കാൻ നോക്കും. മാമിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അത് കഴിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ നമ്മൾ അരി ഇടുന്നുണ്ട്. ഇന്നലെ വെച്ച ചോറൊക്കെ തീർന്നു. അപ്പോൾ ഇന്നേക്ക് അരി ഇടണം. 3 ഗ്ലാസ് അരി ഇടുള്ളൂ കേട്ടോ ഞാൻ. അതന്നെ അധികമാണ്. അതന്നെ നമുക്ക് 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. തിളപ്പിച്ചൂറ്റി അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ കഴുകുന്നുണ്ട്. പിന്നെ ഇതേ സ്നേക്ക് പ്ലാന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല, നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ കുറേ അൽക്കുരുത്ത പരിപാടികളൊക്കെ ചെയ്തു, പക്ഷെ അതൊക്കെ പൊളിഞ്ഞു പോയിട്ടാ. അങ്ങനെ പിന്നെ ഇതേ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് തീർന്നു. അപ്പോൾ ഗിഫീഡിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. അതിങ്ങനെ വലിയൊരു പാക്കറ്റ് എവിടെ നിന്നാണ് വാങ്ങിയതെന്നറിയോ, നെസ്റ്റോന്നാണ് കേട്ടോ. ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് വലുതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചേശ്ശെ ഇതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. ഇപ്പോഴും തീർന്നിട്ടില്ല, കുറേ മാസങ്ങളായിട്ടാണ് ഇപ്പോൾ ഇതോടെ ഇരിക്കണം. ഞാൻ കുറച്ചെടുത്തിട്ട് അതിലിങ്ങനെ നല്ലോണം വെള്ളം മിക്സ് ചെയ്ത് യൂസ് ചെയ്യാണ് പതിവ്. കുറേ ആയി കഴിഞ്ഞാൽ, കട്ടിയിലായി കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്ന് അതിൻ്റെ സ്മെല്ല് പോകാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ വളരെ കുറച്ച് എടുക്കാറുള്ളൂ. പതിയുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അത്യാവശ്യത്തിന് പതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കേണ്ടത്. ഞങ്ങൾക്കറിയാമല്ലോ, എനിക്ക് പാത്രം കഴുകാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടിയുള്ള കാര്യം വേറെ ഒന്നുമില്ല. ഭയങ്കര എനിക്കിഷ്ടമല്ല കേട്ടോ പാത്രം കഴുകാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് നേരം പോകാനായിട്ട്, ബോറടിക്കാണ്ടിരിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. കറക്റ്റ് ആ ഒരു ഫ്ലവർ വൈസ് കണ്ടോ, അത് ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത് എനിക്ക് ഫോൺ ചാരി വയ്ക്കാനാണ് കേട്ടോ. ആ ഫോൺ അങ്ങനെ അതും അങ്ങോട്ട് ചാരി വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള ചാനൽസിലെ വ്ളോഗും വീഡിയോസും ഒക്കെ കണ്ട് പാത്രം കഴുകുകയാണെങ്കിൽ എനിക്ക് ഒട്ടും അത് മടുക്കില്ല കേട്ടോ. ആ ഒരു കാര്യം എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നാറില്ല, ബോറടിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ നേരം പോകട്ടെ, പെട്ടെന്ന് നേരം പോണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലാഗാകും. പിന്നെ ആപ്രണമൊക്കെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ മേല് മുഴുവൻ നനയൂട്ടെ. ഞാൻ പാത്രം കഴുകി കഴിഞ്ഞാലുള്ള സീൻ അതാണ്, ഫുള്ള് ഡ്രസ്സ് നനയും. പിന്നെ പുതിയ സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മറ്റേത് ആകെ കേടായിന്ന്.
ആകെ കോലം കെട്ടു. അപ്പോൾ അത്രയും അവശതയായപ്പോൾ ഞാനത് മാറ്റി വേറെ പുതിയത് വെച്ചേട്ടാ. പാത്രങ്ങൾ കുറച്ച് അധികം കഴുകാണ്ട് ആമിക്കുട്ടി അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങോട്ട് വരവ് കുറവായിരിക്കും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വെക്കേഷനായി പിന്നെ ഫോണൊന്നും അധികം കൊടുക്കാറില്ല. പക്ഷേ ടി വി കാണൽ ഇത്തിരി കൂടുതലാണ് കേട്ടോ. മറ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യൽ കുറവാണ്. ടി വി കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ടി വി ആവുമ്പോൾ അധികം കണ്ണിന് വലിയ പ്രശ്നമില്ലല്ലോ, ഫോൺ യൂസ് ചെയ്യുന്ന അത്ര പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഇതേ ചോറ് ഇതേ തിളച്ച് പൊന്തിയിട്ടുണ്ട്. കുറച്ച് നേരം തിളയ്ക്കണം കേട്ടോ. നല്ല വേവുള്ള അരിയാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. ഒരു വൈറ്റ് റൈസ് തന്നെ മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് പെട്ടെന്ന് വേവായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനത്തെ നോക്കി വാങ്ങാറുണ്ട്. കാരണം ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ട സമയത്ത് പെട്ടെന്നൊക്കെ ഇടേണ്ടി വന്നു കഴിഞ്ഞാൽ, അരി ഇടേണ്ടി വന്നു കഴിഞ്ഞാലേ വേഗം വെന്ത് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. പക്ഷേ ഇപ്രാവശ്യം വാങ്ങി കൊണ്ടുവന്നത് നല്ല വേവുള്ളതാണ്. എത്ര തിളപ്പിച്ചാലും കുറേ നേരം വെച്ച് തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചാലും വേവാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനത്തെ ഒരു അരിയാണ്. പക്ഷെ അത് പെട്ടെന്ന് കേട് വരാറില്ല, വേവ് കുറവായതുകൊണ്ടേ. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. ഗംഗയുടെ അത് ശരണ്യയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വ്ളോഗാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉച്ചത്തേക്ക് പരിപ്പ് കറി വെക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഭയങ്കര കുറച്ച് ഞാൻ ഇട്ടുള്ളൂ കേട്ടോ. കാരണം കുറേ ഇട്ട് കഴിഞ്ഞാൽ ആമിക്കുട്ടി പിന്നെ അധികം ചോറുണ്ണില്ല. അപ്പോൾ എനിക്കത് വിഷമവും. അതുകൊണ്ട് എനിക്ക് എരിവൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എരിവ് കുറച്ചപ്പോൾ കറികളിലൊക്കെ ഇടുന്നത് ആമിക്കുട്ടിയും കൂടെ കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ. പിന്നെ നേരത്തെ നമ്മൾ പുറത്തെടുത്ത് വെച്ച് ചിക്കനൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെച്ചത് കൊണ്ട് ഭയങ്കര ഐസ് പോലെ ഇരിക്കുകയായിരുന്നു. പുറത്തെ ചൂട് ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടും. എന്താ പറയുക, വയർത്ത് കുളിക്കൂട്ട. കിച്ചണിലൊന്നും ഏസിയും കാര്യങ്ങളൊന്നും ഇല്ല, ഫാനൊന്നും ഇടാൻ പറ്റില്ലല്ലോ കുക്ക് ചെയ്യുന്ന ടൈമിൽ. അതുകൊണ്ട് ശരിക്കും വയർത്ത് കുളിക്കും. ഭയങ്കര ദാഹമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കൂട്ടെ. നമ്മൾ ആ ബോട്ടിലിൽ വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ പീസുകളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ മസാലകൾ ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഭയങ്കരമായിട്ട് കുറേ മസാലയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് മുളക് പൊടി, അതുപോലെ ഉപ്പ്, പിന്നെന്താ ചില്ലി ഫ്ലേക്സ്, മസാല കാര്യങ്ങളില്ലേ, ചിക്കൻ മസാല ഇല്ലേ, അതിട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ആഡ് ചെയ്യണില്ല. വേഗം വറുത്തെടുക്കാൻ പോവാണ്. ആമിക്കുട്ടിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞിട്ടേക്ക് സ്വൈര്യം തരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വറുത്ത് പരിപ്പ് കറിയൊക്കെ വെച്ച് രണ്ടുപേരും ചോറൊക്കെ ഉണ്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ. ഉറങ്ങിയൊന്നുമില്ല. സാധാരണ എനിക്കുണ്ടല്ലോ ഭയങ്കര ഉറക്കം കുറവുള്ള ആളാണ് കേട്ടോ. നൈറ്റ് നമ്മൾ ആ ഉറങ്ങണ ഒരു ടൈം മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളൂ. പകൽ ഉറക്കം കുറവാണ്. പിന്നെ അത്രയും ക്ഷീണം ഉണ്ടെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ വന്ന് അങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ആമിക്കുട്ടിയിരുന്നത് റിമോട്ടൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞത് ചായയുടെ നേരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ആക്കാമെന്ന് കരുതിയിട്ട് ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് ഒരു വീഡിയോ കണ്ടു കേട്ടോ. നമുക്ക് ചീസി ക്രിസ്പി എന്താ പറയുക ബ്രെഡ് റോൾസ് ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ റോൾസാണ്, ചിക്കനൊക്കെ ഫില്ല് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ഒരു 5-6 ബ്രെഡ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ 4 സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന മൊസറല്ല ചീസാണ്, പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ സ്ലൈസുകളാണ് കേട്ടോ. അപ്പോൾ 5 സ്ലൈസ് ഉണ്ട്, കറക്റ്റ് ആണ് കേട്ടോ. 5 ബ്രെഡും ഉള്ളൂ, 5 ചീസും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടല്ലോ, അതിൽ ഓരോ ബ്രെഡും ഇതുപോലെ നനച്ച് നല്ല പോലെ ഉപ്പി ഇങ്ങനെ പതിച്ചെടുക്കുക കേട്ടോ. പരത്തിയെടുക്കില്ല നമ്മളതുപോലെ ഇങ്ങനെ പതിച്ച് പരത്തിയെടുക്കുക. വല്ലാണ്ട് പരത്തണ്ട, ചിലപ്പോൾ വിട്ടുപോരും. ഇങ്ങനെ നനച്ചെടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചീസിൻ്റെ ഓരോ സ്ലൈസ് ഉണ്ടല്ലോ, മൊസറല്ല ചീസ് ആണെങ്കിൽ സുഖമാണ്, ചിക്കൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ ഫില്ല് ചെയ്ത് റോൾ ചെയ്താൽ മതി. ഇപ്പോൾ ഈ ചീസിൻ്റെ സ്ലൈസ് ആയതുകൊണ്ട് ഞാൻ മേലെ ഈ ബ്രെഡിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത ചിക്കൻ ഉണ്ടല്ലോ, അതിൽ ഞാൻ കുറച്ച് പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ആ പീസ് എടുത്തിട്ട് കുനുകുനാന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പീസുകൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ മാറ്റി വെച്ച ആ ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ, അതിന് മേലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ഫില്ലിങ് പോലെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് റോൾ ചെയ്തെടുക്കുകയാണ്. ചുരുട്ടി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. നനഞ്ഞിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ അത് ക്ലോസ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാ ഭാഗവും ക്ലോസ് ചെയ്തിട്ട് നല്ല രസമില്ലേ കാണാനായിട്ട്, ഇങ്ങനെ ഉരുണ്ടിരിക്കണം. എനിക്കിത് കാണുമ്പോഴുണ്ടല്ലോ
പ്യൂപ്പ പോലെ തോന്നാം കേട്ടോ. ബട്ടർഫ്ലൈയുടെ പ്യൂപ്പ് ഉണ്ടാവില്ലേ, അതുപോലെ. അങ്ങനെ നമ്മൾ ആ ഒരു കൂടുകൾ പോലെ ഇങ്ങനെ ചുരുട്ടി എടുക്കുക. ബ്രെഡ് റോൾസാണ്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്തൊക്കെ, ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ഫില്ല് ചെയ്ത് അങ്ങനെ ഒരു 5 എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം 5 ബ്രെഡ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, ബാക്കി വന്നതാണ്. വേണ്ട, അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇനി ഇത് നമുക്ക് നല്ല പോലെ എണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു അലുമിനിയം ചട്ടി ഉണ്ടല്ലോ, അതിൽ നിറയെ എണ്ണ ഒഴിക്കുന്നുണ്ട്. എൻ്റെ എണ്ണ കഴിയാറായി കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുത്ത എണ്ണ കഴിയുന്നുണ്ട്. ഇനി ഇതേ ഓരോ റോളായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ഫില്ലിങ്സ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. സവാള ഇടുന്നവരുണ്ട്. പിന്നെ അതിൽ വേറെ എന്ത് ഫില്ലിങ്സ് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഉള്ളത് കൊണ്ടും പിന്നെ എരിവൊന്നും മാമിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് പച്ചമുളക് കാര്യങ്ങളൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ. ഫ്രൈ ചെയ്ത് വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് 2 റോൾ ഉണ്ടായിരുന്നല്ലോ, അത് ആ ചട്ടിയിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിച്ചു. കാരണം ചീസ് സ്ലൈസ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്ത്, അത് മെൽറ്റായിട്ട് അതിൽ ഒട്ടിപ്പിടിച്ച് ആകെ കൊളായിട്ടാണ്. പിന്നെ ഞാൻ വേറൊരു ഫ്രൈ പാനിലോട്ട് മാറ്റിയിട്ട് വറുത്തെടുത്തപ്പോൾ 2 എണ്ണമാണ് നല്ല മെനയിൽ പൊട്ടാണ്ട് നല്ല ഭംഗിയിൽ കിട്ടിയത്. അത് ആമിക്കുട്ടിക്ക് കൊടുത്തു. ബാക്കി 3 എണ്ണം പൊട്ടി ഫ്ലോപ്പായി പോയിട്ടാണ്. അപ്പോൾ അത് ഞാനാണ് കഴിച്ചത്. ഇത് ആമിക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ കഴിക്കാനായിട്ട്. ആമിയും ഇപ്പം ഗംഭീര എക്സ്പ്രഷനുകളൊക്കെ ഇടുന്നുണ്ട്. ആൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചീസ് ഇങ്ങനെ മെൽറ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ചീസ് സ്ലൈസാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പൊട്ടിച്ചിടാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മൊസറല്ല ചീസ് യൂസ് ചെയ്താൽ മതി കേട്ടോ. പൊടി പോലത്തെ ആ ചീസില്ലേ, അത് ടേസ്റ്റിയാണ്, നല്ല രസമാണ് സോസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. പിന്നെ പെട്ടെന്നാണ് ക്ലൈമാറ്റൊക്കെ അങ്ങോട്ട് ചേഞ്ച് ആയി, ആകെ ഇരുട്ടും മൂടി നല്ലോണം കാര്യങ്ങളൊക്കെ ആയിട്ട് മഴ വരാനുള്ള കോളുണ്ട്, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് ക്ലീനിങ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ള് എല്ലാവരുടെയും വാക്വം വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടികുടുക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അങ്ങോട്ട് കാര്യമാവണതിന് മുന്നേ വേഗം അങ്ങോട്ട് ക്ലീൻ ചെയ്ത് തീർക്കാമെന്ന് വെച്ചിട്ടാണ്. എന്തായാലും മഴ പെയ്യുന്നു ഉറപ്പായി ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് കറൻറ്റും പോയിട്ടുണ്ടായി, പിന്നെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം എല്ലാവരുടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വീണാണ് കേട്ടോ. ആഴ്ചയിലൊരിക്കലും ഇങ്ങനെ ഒന്ന് വാക്വം വെക്കലുണ്ട്. അപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചോണ്ടേ, അപ്പോൾ എനിക്കത് ചെയ്യാണ്ടൊരു സമാധാനം ഇല്ല. ഇടയ്ക്ക് ഇടികുടുക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് മുന്നേ വേഗം തീർക്കാതെ റിസ്ക്കാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുള്ള് നമ്മൾ വാക്വം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കറൻറ്റ് പോയി കേട്ടോ. അടുത്ത ട്രിപ്പ് നല്ലൊരു പൊട്ടലൊക്കെ പൊട്ടി, നല്ലൊരു ഇടികുടുക്കൊക്കെ വന്ന് ആകെ കറണ്ടും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ അതിന് മുന്നേ വേഗം തന്നെ എൻ്റെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വാക്വം വെക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ. ആമിക്കൂട്ടി എൻ്റെ കൂടെ കട്ടൊക്കെയാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വാക്വം വെക്കാനായിട്ട് നല്ല ഇഷ്ടം, അങ്ങനെ പൊടിയെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് ആൾക്ക് താല്പര്യമുള്ള കാര്യമാണ്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ നല്ല ക്ലീനാക്കി വിരിച്ചിട്ടു. ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിയതാണ് കേട്ടോ, അതുകൊണ്ട് മാറ്റണമൊന്നുമില്ല. ഈ അടുത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മീഷോന്ന് വാങ്ങിയതാട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ്, നല്ല രസമുണ്ട്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകൾ നല്ല വില കുറവിന് കിട്ടിയിട്ടാണ് മീഷോന്ന്. ഇത് കിങ് സൈസ് സങ്കടം കേട്ടോ, അത്യാവശ്യത്തിന് വലിയ ബെഡ്ഷീറ്റാണ്. അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി മഴ ആസ്വദിക്കാനായിട്ട് പുറത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ. നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പുറത്ത് അത്ര ഇരുട്ടില്ല കേട്ടോ, പക്ഷേ വീടിനകത്ത് ഭയങ്കര ഇരുട്ടായിരുന്നു. നല്ല കാറ്റ്, നല്ല തണുത്തൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കാം.